നമ്മളെല്ലാവരും രാവിലെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കാറുള്ളത്? അമ്മയ്ക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി. അതുപോലെ നമ്മൾക്ക് ആരാധന നടത്താനുള്ള സ്ഥലമുണ്ട്. മക്കൾ പോയിട്ടുണ്ടോ? അവിടെ പോയിട്ടുണ്ടോ? ആരുടെ കൂടെയാണ് പോയത്? അമ്മേൻ്റെ കൂടെ, അച്ഛൻ്റെ കൂടെ, ഉപ്പാൻ്റെ കൂടെ നോമ്പിന് നിസ്കരിക്കാൻ പോയില്ലേ? ഇനി ടീച്ചർ കുറച്ച് ചിത്രങ്ങൾ കാണിക്കാം കേട്ടോ. എന്നിട്ട് പറയൂ, ഇതിവിടെ പോയിട്ടുണ്ടോ? കുട്ടികൾ ഇവിടെ പോയിട്ടുണ്ടോ? ഇത് ഏതാ ചിത്രം എന്ന് പറയുമോ? ഇവിടെ നോക്കിക്കേ, കുരിശാണ് ആ കാണണത് കേട്ടോ. പിന്നെയോ മണിയുണ്ട്. ഈ വലിയ വാതിലില്ലേ, ഇതാണ് ആനവാതിൽ. ഇതാണ് അമ്പലം. ഗുരുവായൂർ അമ്പലം പോയിട്ടുണ്ടോ കുട്ടികൾ? ഇതിൽ പോയിട്ടുണ്ടോ? ഇവിടെ കൊടിമരം കണ്ടോ? മണികൾ കണ്ടോ? ഇതാണ് മുസ്ലിം പള്ളി. ഇവിടെ ഇവിടെ പോയിട്ടുണ്ടോ? ആ സൈഡിൽ കാണുന്നതാണ് മിനാരം. ആ വലുതെന്താണ്? ഇതാണ് താഴികക്കുടാണ്. പിന്നെയോ അവിടെ ഇങ്ങനെ ചന്ദ്രക്കലയിൽ കണ്ടില്ലേ? ആകാശത്ത് ഇങ്ങനെ ചന്ദ്രക്കലയും നക്ഷത്രമൊക്കെ കണ്ടിട്ടില്ലേ? ഇത് മൂന്നും ആരാധനാലയങ്ങളാണ്. ഇനിയും ഒരുപാട് ആരാധനാലയങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ പലതരം ആരാധനാലയങ്ങളുണ്ട്. അതൊക്കെ വലുതാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം നമുക്ക് പഠിക്കാം. ഒന്ന് ചർച്ച്, ഒന്ന് ടെമ്പിള്, ഒന്ന് മോസ്ക്. നിങ്ങളെല്ലാവരും പോയിട്ടുള്ള സ്ഥലമായിരിക്കും.